ഇനി അതുപോലെ തന്നെ സീക്വൻസ് ഡാറ്റ ടൈപ്സ് ഇൻ പൈതൺ, അതായത് നമ്മൾ പൈതൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് പലതവണ ഇതിൻ്റെ പല ഡാറ്റ ടൈപ്സുകൾ യൂസ് ചെയ്യും. ആ ഡാറ്റ ടൈപ്പുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസും മറ്റു കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പൈതണിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ് ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്സ്, സ്ട്രിങ്, ഡിക്ഷണറീസ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സീക്വൻസ് ഡാറ്റ ടൈപ്പാണ്. നമ്മൾ ഈ റേഞ്ച് കണ്ട പോലെ തന്നെ നമുക്കൊരു സീക്വൻസ് ഓഫ് വാല്യൂസ് നമുക്കവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡാറ്റ ടൈപ്സിലൊക്കെ. ഇത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ പൈതണിനകത്ത് ഒരുപാട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇൻബിൽറ്റ് ഫങ്ഷൻസുകൾ ഉണ്ടെങ്കിലും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ലൈബ്രറീസ് ഒന്നും ഇൻബിൽട്ട് ആയിട്ട് അവൈലബിൾ അല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മറ്റ് ഓപ്പൺ സോഴ്സ് ലൈബ്രറികളുടെ ഹെൽപ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് NumPy എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ പൈതൺ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അതൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഇതുപോലെ ഒരുപാട് ലൈബ്രറീസ് NumPyനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ഫങ്ഷൻസുകൾ മാത്രം നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഒരു NumPy ലൈബ്രറി നമ്മളിവിടെ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആദ്യം ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് മ്യൂട്ടബിൾ കളക്ഷൻ ഓഫ് ഐറ്റം ദാറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ടൈപ്സ്. സോ ഇതിൻ്റെ സിൻടാക്സ് ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ നോക്കുക. മൈ ലിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ വേരിയബിളിന്റെ പേരാണ്, വിച്ച് ഇസ് ഈക്വൽ ടു. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 1 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 3.5 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് നമ്പറാണ്, അതുപോലെ ഒരു മെട്രിക്സ് വാല്യൂ, ഒരു വെക്ടർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സോ ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ആ ഒരു ലിസ്റ്റിനകത്ത് നമുക്ക് ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, ഇറ്റ്സ് ആൻ ഓർഡേർഡ് ഐറ്റം മെയിൻറ്റെയിനിങ് ദർ ഓർഡർ ആസ് ആഡഡ്. നമ്മൾ ആ ലിസ്റ്റ് ഉണ്ടാക്കിയ അതേ ഓർഡറിൽ തന്നെ അതങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് മ്യൂട്ടബിൾ, ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ്. നമ്മൾ പൈതണിൻ്റെ ഒക്കെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് എന്താണ് മ്യൂട്ടബിളും അൺമ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള വാല്യൂസിനെ റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയാം. അതേപോലെ ഇറ്റ്സ് എ മിക്സ്ഡ് ഡാറ്റ ടൈപ്പ്. സോ ഈ ഒരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തുള്ള വാല്യൂസിനെയൊക്കെ നമുക്ക് പിന്നെയും എടുക്കാം. അതല്ല അതിനകത്തേക്ക് പുതിയ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, അതാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ കൊടുത്തു. അതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മളിപ്പോഴും ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുക. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തു. then 1, 2, 3, 4, 5. ഓക്കെ, സോ മൈ ലിസ്റ്റ് ഞാനവിടെ ഡിഫൈൻ ചെയ്തു. ഇത് ഞാൻ വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് മൈ ലിസ്റ്റ്. സോ ഇത് ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നമ്പേഴ്സിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. ആപ്പിൾ. അതുപോലെ തന്നെ സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഡബിൾ കോട്ട്സിനകത്താണ് കൊടുക്കുക. ഓറഞ്ച്. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം 1, 2, 3, 4, 5 ദെൻ ആപ്പിൾ, ഓറഞ്ച്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുക. സോ ഈ ലിസ്റ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് നമുക്ക് ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈതണിനകത്ത് എപ്പോഴും നമ്മൾ ഇൻഡെക്സിന്റെ ബേസിലാണ് ഓരോ എലമെന്റ്സും കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിൽ 1 എന്ന് പറയുന്നത് 0th ഇൻഡെക്സ് ആണ്, 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്, 3 എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡെക്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇൻഡെക്സിങ് പോവുക. സോ ഞാൻ മൈ ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ 0 ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1 എന്ന് പറയുന്ന വാല്യൂ അവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് 1 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്നത് 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. കാരണം 0, 1 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ദിസ് ഈസ് ഇൻഡെക്സ്. 2ന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ 2 പ്രിന്റ് ആയി വന്നത്. സോ എനിക്കിപ്പോൾ സപ്പോസ് ആപ്പിൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് നമ്പർ കൊടുക്കണം? 0, 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആപ്പിൾ പ്രിന്റ് ചെയ്യാവുള്ളൂ. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ആപ്പിൾ
കാണിക്കും. സോ ആപ്പിൾ എന്ന് പറയുന്നത് ബേസിക്കലി 1 2 3 4 5 6ാമത്തെ എലമെന്റ് ആണ്. പക്ഷെ ഇൻഡെക്സിങ്ങിന്റെ ബേസിൽ ആപ്പിൾ ഈസ് 5th വൺ. ഓക്കെ, സോ പൈതണിൽ വളരെ ക്രൂഷ്യലായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. സോ ഇതുപോലെ നമുക്ക് ലിസ്റ്റിനകത്തുള്ള വാല്യൂസിനെ ഇങ്ങനെ ഫെച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ലിസ്റ്റിനകത്ത് നമുക്ക് വാല്യൂസ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ my_list ഡോട്ട് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ അടിയിൽ വരുന്ന ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഇവിടെ ഉണ്ട്. എനിക്കിപ്പോൾ അപ്പൻഡ് ചെയ്യണം, അതായത് ഇതിനകത്തേക്ക് ഒരു പുതിയ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് മേ ബി എനിക്ക് 6 എന്ന് പറയുന്ന വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ അപ്പൻഡ് ചെയ്തു, അപ്പൻഡ് 6 എന്ന് പറഞ്ഞിട്ട് ഞാനിത് പ്രിന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാം 6 ഇവിടെ പ്രിന്റായി വന്നിട്ടുണ്ട്. സോ പുതിയ വാല്യൂസ് അപ്പൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കത് പോസിബിൾ ആണ്. ഇതിന് പകരം മേ ബി സം സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഗ്രേപ്സ് ആഡ് ആയിട്ടുണ്ടാവും. സോ അതുപോലെ തന്നെ മൈലിസ്റ്റ് ഡോട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റിലേക്കായിരിക്കും ഇൻസേർട്ടിങ് നടക്കുക. അതല്ല, എനിക്കിപ്പോൾ ഇവിടെ 0 1 2 3 4 5th പൊസിഷനിലേക്ക് എനിക്ക് ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ നമ്പർ നമ്മൾ ആദ്യം കൊടുക്കും 5th, ദെൻ കോമ 6 എന്ന് പറയുന്ന നമ്പറാണ് എനിക്ക് ആ 5th പൊസിഷനിൽ ആഡ് ചെയ്യേണ്ടത്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ 6 5th പൊസിഷനിൽ വന്നിട്ടുണ്ടാവും. സോ ഇതുപോലെ ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ്സ് എ മ്യൂട്ടബിൾ ടേം ആണ്. നമുക്ക് ലിസ്റ്റിനകത്തേക്ക് പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാനും അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ദാറ്റ് ഈസ് ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഏത് വാല്യൂ ആണ് റിമൂവ് ചെയ്യേണ്ടത്, 1 എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ 1 ഇവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഇൻഡെക്സ് ബേസ്ഡ് ആണ് റിമൂവ് ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത എത്രാമത്തെ ഇൻഡെക്സ് ആണ് എനിക്ക് 0th ഇൻഡെക്സ് ഉള്ള വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടും. 1 എന്ന് പറയുന്നതാണ് 0th ഇൻഡെക്സ് വരുന്നത്. സോ ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ സെറ്റിന്റെ കേസിൽ നിങ്ങൾക്കറിയാം ഇറ്റ്സ് എൻ അൺഓർഡേർഡ് ഐറ്റം ആണ്. അതുപോലെ തന്നെ യുണീക്ക് ഐറ്റംസ് ആണ്. അവിടെ ഡ്യൂപ്ലിക്കേഷൻസ് നമുക്ക് പോസിബിൾ അല്ല. അതുപോലെ ഇറ്റ് ഈസ് മ്യൂട്ടബിൾ. അതിന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പോസിബിൾ ആണ്. സോ ഇവിടെ ഇതിന്റെ സിൻടാക്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, മൈ സെറ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഡബിൾ ബ്രേസസ് ആണ്. നമ്മൾ നേരത്തെ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്, ഇവിടെ ഡബിൾ ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഡബിൾ ബ്രേസസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് സാധനം ഒന്ന് റീഡിഫൈൻ ചെയ്യാം. മൈ സെറ്റ് എന്ന് കൊടുക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ബ്രേസസ് ഓപ്പൺ ചെയ്തു 1, 2, 3, 3. ഞാൻ 3 എന്ന് പറയുന്നത് 2 തവണയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് മൈ സെറ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. സോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ 3 എന്ന് പറയുന്നത് ഞാൻ 2 തവണ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ എനിക്ക് 1 തവണയെ വന്നിട്ടുള്ളൂ. അതുപോലെ ഞാൻ 2 എന്നിവിടെ പിന്നെയും കൊടുത്തിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അവിടെ വരില്ല. സോ എനിക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു ദിസ്. സോ ഇതൊരു മ്യൂട്ടബിൾ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നേരത്തെ ചെയ്ത പോലെ ആഡ് ഓപ്പറേഷൻ, റിമൂവ് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ യൂണിയൻ ഓപ്പറേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അതായത് രണ്ടിൻ്റെയും യൂണിയൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് നമുക്കിവിടെ മൈ സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ മൈ സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു സാധനം ഡിഫൈൻ ചെയ്യണം. മേ ബി 4, 5, 6 എന്ന് പറഞ്ഞ വാല്യൂ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് പ്രിന്റ് മൈ സെറ്റ്, ദെൻ യൂണിയൻ ചെയ്യുന്നതിൻ്റെ പൈപ്പ് സിമ്പിൾ ആണ്, ദെൻ മൈ സെറ്റ് 2. ഓക്കെ, എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൻ്റെയും യൂണിയൻ ഇവിടെ കാണിക്കും. ഈ ഒരു യൂണിയൻ ഓപ്പറേഷൻ ഇതുപോലെ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
മൈ സെറ്റ് 1 ഡോട്ട് യൂണിയൻ ദെൻ ബ്രാക്കറ്റിനകത്ത് മൈ സെറ്റ് 2 കൊടുക്കാം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് അവിടെ കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെ യൂണിയൻ ഓപ്പറേഷൻസുകൾ. ഇനി അതല്ല, യൂണിയന് പകരം നമുക്ക് ഇന്റർസെക്ഷൻ ആണ് ചെയ്യേണ്ടത്. സപ്പോസ് നമുക്കിവിടെ 3 എന്ന് പറയുന്ന വാല്യൂ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈ സെറ്റ് ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത് ആംപർസൻഡ് സിമ്പിളാണ്, മൈ സെറ്റ് 2. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 3 രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഇന്റർസെക്ഷൻ ആയിട്ടുള്ള 3 നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. സോ ഇതാണ് സെറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആഡ് ഓപ്പറേഷനും റിമൂവ് ഓപ്പറേഷനും ഒക്കെ നമുക്ക് സെറ്റിനകത്ത് പോസിബിൾ ആണ്. സോ ഡ്യൂപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രിങ്സ് ആണ്. നമുക്ക് സ്ട്രിങ്ങിനകത്തൂടെയും മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ സ്ട്രിങ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതും ഓർഡേർഡ് ആണ്, ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ. നമ്മൾ ഒരു തവണ സ്ട്രിങ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്ത് എക്സ്ട്രാ സാധനങ്ങൾ ആഡ് ചെയ്യാം, പക്ഷേ ആ ഒരു സെയിം സ്ട്രിങ്ങിനകത്തേക്ക് പുതിയ സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് മൈ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഹലോ. ഓക്കെ, ഇനി നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ മൈ സ്ട്രിങ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ എന്ന് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നമുക്ക് എന്തെങ്കിലും അതർ ഓപ്പറേഷൻസ് ചെയ്യണം. ഇതിലിപ്പം എച്ച് എന്ന് പറയുന്ന ക്യാപിറ്റലാണ്, LLO എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് പകരം എനിക്ക് ഇതെല്ലാം ക്യാപിറ്റലായിട്ട് കാണിക്കണമെങ്കിൽ മൈ സ്ട്രിങ് ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസ് എല്ലാം ക്യാപിറ്റലായിട്ട് എനിക്ക് കാണിക്കും. അതേപോലെ തന്നെ ലോവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ലെറ്റേഴ്സും എനിക്ക് ഇതുപോലെ ഇതെല്ലാം സ്മോൾ ലെറ്റർ ആയിട്ടും കാണിക്കും. ഇങ്ങനെ പല ഓപ്പറേഷൻസ് നമുക്കുണ്ട്. ഇപ്പൊ ഈ മൈ സ്ട്രിംഗ് എന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ എച്ച് അവിടെ കിട്ടും. അതിന് പകരം 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതായത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ആണ്. സോ എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ നമുക്ക് ഈ സ്ട്രിങ്ങിനകത്തുനിന്ന് ഏത് വേണമെങ്കിൽ, നമുക്ക് സപ്പോസ് ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യണമെങ്കിലും നമുക്ക് ഇതിനകത്തൂടെ ഫോർ ലൂപ്പ് റൺ ചെയ്യാവുന്നതാണ്. അതല്ല റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മൈ സ്ട്രിങ് ഡോട്ട് റീപ്ലേസ് എന്ന് പറയുന്ന ഒരു കീവേഡ് അവൈലബിൾ ആണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ റീപ്ലേസ് ചെയ്യേണ്ടത്, സപ്പോസ് എനിക്ക് എച്ച് എന്ന് പറയുന്ന വാല്യൂ റീപ്ലേസ് ചെയ്യണം. സോ എച്ചിനെ നമുക്ക് വേണ്ടത് എന്ത് വെച്ചിട്ടാണ്, മേ ബി വൈ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്മോൾ എച്ച് ആണ്, സോ ക്യാപിറ്റൽ എച്ച് ആയിട്ട് കൊടുക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ക്യാപിറ്റൽ എച്ച് എവിടെയായിരുന്നോ അവിടെ പകരം വൈ വന്നു. ഓക്കെ, സോ ഇതുപോലെ സ്ട്രിങ് ഓപ്പറേഷൻസും നമുക്ക് പൈതണിനകത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അടുത്തത് ഡിക്ഷണറി ആണ്. ഈ ഡിക്ഷണറി എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. എപ്പോഴും ഒരു കീവേഡിന്റെ ബേസിലാണ് നമ്മൾ ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, സിൻടാക്സ് നോക്കുക. മൈ ഡിക്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ആദ്യം ഒരു കീവേഡ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ആ കീവേഡിന്റെ വാല്യൂ ആണ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത്. സോ അത് കൊടുക്കുന്ന ഈക്വലൻ യൂസ് ചെയ്തിട്ടാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം നമ്മൾ കീവേഡ് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കും. എന്നിട്ട് ഇപ്പൊ നെയിം എന്ന് പറയുന്നതാണ് നമ്മുടെ കീവേഡ് വരുന്നത്, ആലീസ് എന്ന് പറയുന്നതാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കോമ ഇട്ടിട്ട് അടുത്ത കീവേഡ് കൊടുക്കുന്നുണ്ട്, ഏജ് എന്ന് പറയുന്ന കീവേഡ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് കീ വാല്യൂ പെയർ ഈസ് നോട്ട് സ്റ്റോർഡ് ഇൻ എനി സ്പെസിഫിക് ഓർഡർ. നമ്മൾ ഈ ഒരു ഡിക്ഷണറിക്കകത്തുനിന്ന് സാധനങ്ങൾ കോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദിസ് കീവേഡ് ആണ്. അല്ലാതെ ഇൻഡെക്സ് ബേസ്ഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം വെച്ചിട്ടോ അല്ല. കീവേഡ് എന്താണ്, നമ്മളിപ്പോൾ നെയിം എന്ന് പറയുന്ന സാധനം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആലീസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ മ്യൂട്ടബിൾ, ഇറ്റ് ക്യാൻ ആഡ്, റിമൂവ് ഓർ മോഡിഫൈ ഐറ്റം. ഇത് മ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ വെച്ചിട്ട് പല ഓപ്പറേഷൻസുകൾ ചെയ്യാം. നമുക്കതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. മൈ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ കൊടുക്കുകയാണ്. അതിനകത്ത്
നമ്മൾ പറഞ്ഞു ഇത് ഡബിൾ കോട്ട്സിനകത്താണ് ചെയ്യുക. സോ ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീവേഡ് കൊടുക്കണം. നെയിം എന്ന് പറയുന്ന കീവേഡാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് കോളൻ ഇട്ടിട്ട് നമ്മൾ ആ വാല്യൂ എന്താണെന്നുള്ളത് കൊടുക്കും. ഞാനിവിടെ എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണ്, മനു. ഓക്കെ, ദെൻ കോമ ഇട്ടു, അടുത്ത കീവേഡ് കൊടുക്കുകയാണ്, അത് ഏജ് ആണ്. ഓക്കെ, ദെൻ കോളൻ ഇട്ടു, അതിനുശേഷം 30. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തു. സോ ഞാനിത് പ്രിന്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇവിടെ എനിക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്, അടുത്ത ഏജ് കാണിക്കുന്നുണ്ട്, 30 കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സമയത്ത് മൈ ഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കോട്ട്സിനകത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഏജ് ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കിവിടെ ആ കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് കിട്ടുക. ഞാൻ ഈ 30 മാറ്റി 20 കൊടുത്തെന്ന് വിചാരിക്കുക. റൺ ചെയ്യുമ്പം എനിക്ക് ആ വാല്യൂ ആണ് അവിടെ കിട്ടുക. ഈ ഏജിന് പകരം നെയിം കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനു എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്കവിടെ കിട്ടുക. സോ നമ്മൾ ഡിക്ഷണറിക്കകത്തുനിന്ന് ഒരു സാധനം കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എനിക്ക് ഇതിനകത്ത് നെയിം എന്ന് പറയുന്ന ഒന്ന് മാറ്റണം. സോ ഞാൻ മൈ ഡിക്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ നെയിം കോൾ ചെയ്യാണ്. എന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്നിട്ട് ഡബിൾ കോട്ട്സിനകത്ത് IMPLearn എന്ന് ഞാനവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന എന്താണ്? IMPLearn ആണ്. ഞാനിവിടെ വിളിച്ചിരിക്കുന്നത് നെയിമാണ്. ആദ്യം ഞാൻ മനു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ആ നെയിം സെക്കൻഡ് ലൈനിൽ അത് ചേഞ്ച് ചെയ്തു. സോ എനിക്കിവിടെ നെയിം കിട്ടുന്ന എന്താണ്? IMPLearn ആയിട്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിലും നമ്മൾ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഇനി നമുക്ക് സപ്പോസ് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ മൈ ഡിക്റ്റ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് അതിനകത്ത് ഏജ് എന്ന് പറഞ്ഞ വാല്യൂ നമുക്കവിടെ കൊടുക്കാം. ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. സിമ്പിൾ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിയാൽ കാണാം നെയിം എന്ന് പറയുന്ന മനു മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ഏജ് എന്ന് പറയുന്ന കണ്ടന്റ് ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതുപോലെ ഡിക്ഷണറി നമുക്ക് ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡിന് യൂസ് ചെയ്യാം. സോ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡാറ്റ ടൈപ്സുകളൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഡിക്ഷണറീസ് എന്ന് പറയുന്നത്.